കുക്കിംഗ് അവേഴ്സ്. ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. ഇത് ഉണ്ടാക്കാനായിട്ട് ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ റെസിപ്പി ഉണ്ടാക്കി എടുക്കാനായിട്ട് പോകുന്നത്. അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു വേണ്ടി ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർക്കാം. മുളക് പൊടി 1/2 ടീസ്പൂണാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ ജീരകം, ഇതിലേക്ക് അല്പം ഓയിലും കൂടെ ചേർക്കാം. എന്നിട്ട് നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചെറു ചൂടുള്ള വെള്ളം കുറേശ്ശെ ചേർത്തിട്ട് നമുക്കിങ്ങനെ ഒന്ന് ചപ്പാത്തിയൊക്കെ കുഴയ്ക്കുന്ന അതേപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇതുപോലെ നല്ലതായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇനി നമുക്കിത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പം അരമണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് രണ്ടായിട്ടൊന്ന് ഡിവൈഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. ഇതുപോലെ നല്ലതായിട്ട് നീളത്തിൽ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു നൈഫ് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിത് ഇതുപോലെയും കൂടെ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾ സ്ക്വയർ ആയിട്ടെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മളെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനു വേണ്ടി ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഈ ഓയിൽ ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് ഓരോന്ന് വീതം ഇടാം. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇടാം. അപ്പോൾ ഇത് ഫ്രൈ ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം.
നമുക്കിത് ഇനി ഇതിലേക്ക് കരിയാപ്പല നോക്കാം. നമ്മുടെ ഈ ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജും വെബ്സൈറ്റും സന്ദർശിക്കുക. ഡീറ്റെയിൽസും ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അടുത്തൊരു പുതിയ വീഡിയോ ഉടൻ വരുന്നതായിരിക്കും. ബൈ ബൈ.